നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു മഞ്ജു. അപ്പോഴും മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവടുവെച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ ചർച്ചയാകുന്നത് ജ്യോതികയും മഞ്ജു വാര്യരെയും കുറിച്ചുള്ള വാർത്തകളാണ്. ജ്യോതികയും മഞ്ജുവിനെ പോലെ ഒരു തിരിച്ചുവരവ് തന്നെ നടത്തിയത്. അതിനാൽ തെന്നിന്ത്യൻ ലോകത്തെങ്ങും ജ്യോതികയും നിറയുകയാണ്. തെന്നിന്ത്യൻ നായക നടിമാരിൽ കരിയറിൽ നാടകീയ മാറ്റങ്ങൾ കണ്ട 2 പേരാണ് ജ്യോതികയും മഞ്ജു വാര്യരും എന്ന് നിസ്സംശയം പറയാം. ഒരു കാലത്ത് തമിഴകത്ത് ഏറ്റവും തിരക്കേറിയ നടിയായിരുന്നു ജ്യോതികയും. മുംബൈയിൽ നിന്നെത്തി ചെന്നൈയിൽ തന്റെ കരിയറും ജീവിതവും ജ്യോതിക കെട്ടിപ്പടുത്തു. സിമ്രാൻ, ജ്യോതിക എന്നിവരായിരുന്നു അക്കാലത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നടിമാർ. താരറാണിയായി നിളങ്ങി നിന്ന കാലത്താണ് ജ്യോതിക വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. 2006 സൂര്യയുടെ ഭാര്യയായി ജ്യോതിക പുതിയൊരു ജീവിതം ആരംഭിച്ചു. താരറാണി പട്ടം വേണ്ടെന്ന് വെച്ച് വീട്ടമ്മയാകാൻ ജ്യോതിക തയ്യാറായി. തൃഷ, നയൻതാര തുടങ്ങിയ നടിമാർ സിനിമാ ലോകത്ത് ജ്യോതികയുടെ സ്ഥാനത്തേക്ക് എത്തി. വർഷങ്ങൾക്കിപ്പുറം തിരിച്ചെത്തിയപ്പോഴും വലിയ സ്വീകാര്യത ജ്യോതികയ്ക്ക് ലഭിച്ചു. എന്നാൽ തമിഴ് സിനിമകളിൽ നടിയെ കണ്ടിട്ട് ഏറെ കാലമായി. ബോളിവുഡിൽ മികച്ച അവസരങ്ങൾ ജ്യോതികയ്ക്ക് ലഭിക്കുന്നുണ്ട്. തമിഴകത്ത് നിന്ന് ജ്യോതികയ്ക്ക് പകരം തിളങ്ങുന്നത് മഞ്ജു വാര്യരാണ്. തമിഴിൽ തുടരെ ഹിറ്റുകളുമായി മുന്നേറുകയാണ് മഞ്ജു. ഒടുവിൽ പുറത്തിറങ്ങിയ വേട്ടയാൻ നിരാശപ്പെടുത്തിയെങ്കിലും ചിത്രത്തിലെ ഗാനരംഗവും ഡാൻസും മഞ്ജുവിന്റെ ഇമേജിന് ഗുണം ചെയ്തു. ഇന്ന് മഞ്ജു തമിഴിൽ ചെയ്യുന്ന പല സിനിമകളും ഒരുപക്ഷെ ജ്യോതികയ്ക്കോ സിമ്രാനോ വരേണ്ട റോളുകളാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. തമിഴിൽ തുടക്കക്കാരിയാണെങ്കിലും വളരെ പെട്ടെന്ന് ജനപ്രീതി നേടാൻ മഞ്ജുവിന് കഴിഞ്ഞു. സ്വന്തം ശബ്ദത്തിൽ നടി ഡബ് ചെയ്യുന്നു. ഒപ്പം ഓഫ് സ്ക്രീൻ ഇമേജും ഇതിന് കാരണമാണ്. അഭിമുഖങ്ങളിൽ വളരെയധികം ഡിപ്ലോമാറ്റിക് ആണ് മഞ്ജു വാര്യർ. സൂപ്പർ താരങ്ങളുടെ ആരാധകരെ പിണക്കാതെ ശ്രദ്ധാപൂർവ്വം മറുപടി നൽകുന്നു. അജിത്, രജനികാന്ത്, ധനുഷ് എന്നീ താരങ്ങളോടൊപ്പമാണ് തമിഴിൽ മഞ്ജു ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. തുനുവിലും വേട്ടയാനിലും മഞ്ജു വാര്യരുടെ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ല. എന്നാൽ അതിൽ പരിഭവം നടിക്കില്ല. വലിയ സിനിമകളിൽ കഥാപാത്രത്തിന്റെ പ്രാധാന്യം അല്പം കുറഞ്ഞാലും മഞ്ജു വാര്യർ കാര്യമാക്കാറില്ല. എന്നാൽ ജ്യോതിക ഇങ്ങനെയല്ല, തീർത്തും വ്യത്യസ്തയാണ്. തന്നെ നിഴലിലാക്കുന്ന സിനിമയാണെങ്കിൽ എത്ര വലിയ താരത്തിൻ്റെതാണെങ്കിലും ജ്യോതിക വേണ്ടെന്ന് വയ്ക്കും. ഇത്രയും വർഷം സിനിമാ രംഗത്ത് നിന്ന തനിക്ക് ഇത്തരം റോളുകൾ തരാൻ എങ്ങനെ തോന്നുന്നെന്ന് ഒരു അഭിമുഖത്തിൽ ജ്യോതിക ചോദിക്കുകയുമുണ്ടായി. ഭർത്താവ് സൂര്യയുടെ കങ്കുവ എന്ന സിനിമയെ പരിഹസിച്ചവർക്കെതിരെ പ്രതികരിച്ച് ജ്യോതിക മറ്റു സൂപ്പർ താരങ്ങളുടെ മോശം സിനിമകളെ പരാമർശിക്കുകയും ചെയ്തു. ഒരു മുൻനിര താരത്തിൽ നിന്നും ഇത്രയും തുറന്നുള്ള സംസാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അപൂർവമാണ്. എന്നാൽ മഞ്ജു വാര്യർ ജ്യോതികയ്ക്ക് നേർ വിപരീതമാണ്. ആരെയും പിണക്കാതെയുള്ള സംസാരമാണ് മഞ്ജുവിന്റേത്. ഇവർക്കിടയിൽ ഏക സാമ്യം തിരിച്ചുവരവാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യയുടെ പിതാവ് ശിവകുമാറിന് ജ്യോതിക വിവാഹശേഷം അഭിനയിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ജ്യോതിക സിനിമാ നടിയായതിനാൽ ഈ വിവാഹത്തെ ശിവകുമാർ എതിർക്കുക പോലും ചെയ്തിരുന്നു. ശിവകുമാറിനെ പിണക്കാതെ നല്ല മരുമകളായി ജ്യോതിക വീട്ടിലേക്ക് ഒതുങ്ങി. എന്നാൽ വീട്ടമ്മയായി തന്റെ ജീവിതം തള്ളി നീക്കാൻ ജ്യോതികയ്ക്ക് സാധിച്ചില്ല. സിനിമാ ലോകത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം നടി തിരിച്ചെത്തി. ഇതിനിടെ സൂര്യയ്ക്കൊപ്പം മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തു. മറുവശത്ത് മഞ്ജു വാര്യർ അഭിനയം നിർത്തിയതും നടൻ ദിലീപുമായുള്ള വിവാഹശേഷമായിരുന്നു. മഞ്ജു അഭിനയ രംഗത്ത് തുടരുന്നതിൽ ദിലീപിന് താല്പര്യമുണ്ടായിരുന്നില്ല. കരിയറിൽ ഏറ്റവും മികച്ച സമയത്ത് മഞ്ജു അഭിനയം വേണ്ടെന്ന് വെച്ചു. വർഷങ്ങൾക്കിപ്പുറം തിരിച്ചെത്തിയപ്പോൾ ജ്യോതികയെ പോലെ മഞ്ജുവിനും സ്വീകാര്യത ലഭിച്ചു. 2014 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ തിരിച്ചെത്തുന്നത്. ഇതേ സിനിമയുടെ തമിഴ് റീമേക്ക് 36 വയതിനിലെ എന്ന സിനിമയിലൂടെയാണ് 2015 ജ്യോതികയും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നത്. തമിഴ് സിനിമയിലെ എന്ന് മാത്രമല്ല, സൂര്യ ജ്യോതിക ദമ്പതികളെ ആരാധിക്കുന്നവർക്കെല്ലാം അവരൊരു മാതൃകാ ദമ്പതിമാർ തന്നെയാണ്. ഭാര്യയെ സൂര്യ എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്നും കരിയറിൽ ഇരുവരും എത്രത്തോളം പിന്തുണ നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പല അഭിമുഖങ്ങളിലും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴും വൈറലായിരുന്നു. ജ്യോതിയെ സൂര്യ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ദ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. എല്ലാ നായക നടിമാരെയും പോലെ ജ്യോതികയും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു. എന്നാൽ സൂര്യ തന്നെ എല്ലാവിധ പിന്തുണയും നൽകി ജ്യോതികയെ തിരികെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് വിവാഹത്തിന് മുമ്പ് ചെയ്തിരുന്നതിനേക്കാൾ കാമുള്ള കഥാപാത്രങ്ങളാണ് ജ്യോതികയ്ക്ക് ലഭിക്കുന്നത്. രണ്ടാം വരവിൽ തമിഴ് സിനിമകളിൽ മാത്രമല്ല, ക്രമേണ ബോളിവുഡ്, മലയാളം സിനിമകളിലും അഭിനയിച്ചു തുടങ്ങി നടി. അടുത്തിടെ ജ്യോതികയുടെ മലയാളം ചിത്രം കാതൽ ദി കോർ വൻ ഹിറ്റായിരുന്നു. ഇതിന് പുറമെ സൈത്താൻ എന്ന ഹിന്ദി ചിത്രത്തിൽ മാധവനൊപ്പം ഒരു കേന്ദ്ര കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ മുംബൈയിൽ താമസിക്കുന്ന താരങ്ങൾ സിനിമയ്ക്ക് അഭിനയിക്കുന്നതിനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. മക്കൾ മുതിർന്നതോടെ അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി സൂര്യയും ജ്യോതികയും ഇപ്പോൾ മുംബൈയിൽ സെറ്റിൽഡ് ആണ്. മുംബൈയിൽ സെറ്റിൽഡ് ആയതിനാൽ ബോളിവുഡിൽ നിന്നും വരുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാനും നടിക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ജ്യോതിക മാത്രമല്ല, സൂര്യയും ബോളിവുഡിൽ അരങ്ങേറാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ നടൻ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. 45-കാരിയായ ജ്യോതിക ജനിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ്. എന്നാൽ സൂര്യ വിവാഹം ചെയ്ത ശേഷം പക്ക തമിഴ് പെണ്ണായി ജ്യോതിക
അടിമുടി മാറിയിരുന്നു. എന്നാൽ വീണ്ടും മുംബൈയിൽ സെറ്റിൽഡ് ആയ ശേഷം ബോളിവുഡ് ഡ്രസ്സിംഗ് സ്റ്റൈൽ അടക്കം ജ്യോതിക പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തെന്നിന്ത്യൻ ആരാധകർക്ക് അത് അത്ര ബോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അടുത്തിടെയായി വസ്ത്രധാരണത്തിന്റെ പേരിൽ നടിക്ക് വിമർശനം കേൾക്കേണ്ടി വരാറുണ്ട്. നേരത്തെ 69ാമത് ഫിലിം ഫെയർ സൗത്ത് പുരസ്കാരദാന ചടങ്ങിൽ എത്തിയ ജ്യോതികയുടെ വീഡിയോയും ഫോട്ടോയും വിമർശിക്കപ്പെട്ടിരുന്നു. ഗ്ലാമറസായി വസ്ത്രം ധരിച്ചതിനായിരുന്നു നടിയെ സോഷ്യൽ മീഡിയ പരിഹസിച്ചത്. ഡീപ് നെക്കുള്ള ബ്ലാക്ക് ബ്രായ്ക്കൊപ്പം ബ്രേസറും ഹെവി നെക്ക് പീസും മറ്റ് ജ്വല്ലറികളും സ്റ്റൈൽ ചെയ്ത് ക്ലാസിക് ലുക്കിലാണ് നടിയെത്തിയത്. എന്നാൽ ജ്യോതികയുടെ ഗ്ലാമറസ് ലുക്കിന് പ്രശംസയേക്കാൾ ഏറെ വിമർശനമാണ് ലഭിച്ചത്. എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാൻ സൂര്യ ജ്യോതികയെ സമ്മതിച്ചുവോ? ജ്യോതികയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല. ജ്യോതികയോടുള്ള സ്നേഹം ഇല്ലാതെയായി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ. അതേസമയം ചിലർ നടിയുടെ ഫാഷൻ സെൻസിനെയും യുവത്വത്തെയും പ്രശംസിച്ചു. വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വിലയിരുത്തുന്നത് ന്യായമല്ലെന്നാണ് നടിയെ അനുകൂലിച്ചവർ കുറിച്ചത്. ബ്ലേസറിൽ ജ്യോതികയ്ക്ക് 10 വയസ്സ് കുറഞ്ഞതായി തോന്നുന്നുവെന്നും കമന്റുകളുണ്ട്. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണെങ്കിലും മുൻനിര നായക നടിമാരെ വരെ പിന്നിലാക്കുന്നതാണ് ജ്യോതികയുടെ ഫിറ്റ്നസ്. 49കാരനായ സൂര്യയും യുവത്വം നിലനിർത്തുന്നതിന്റെയും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതിന്റെയും കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ഇരുവരും ഒരുമിച്ചാണ് വർക്കൌട്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. പ്രമുഖ നടൻ ശിവകുമാറിന്റെ മൂത്ത മകളാണ് സൂര്യ. മാതാപിതാക്കൾക്കും സഹോദരനും നടനുമായ കാർത്തികിനുമൊപ്പം ചെന്നൈയിലായിരുന്നു സൂര്യയും കുടുംബവും ഇതുവരെ താമസിച്ചിരുന്നത്. ഇതിനായി ചെന്നൈയിൽ ഒരു കൂറ്റൻ ബംഗ്ലാവും പണിതിട്ടുണ്ട്. ഇവിടെ ശിവകുമാറും ഭാര്യയും മക്കളായ സൂര്യയും കാർത്തിയും അവരുടെ കുടുംബവും ഒക്കെ ചേർന്ന് കൂട്ടുകുടുംബമായി ജീവിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ സൂര്യയും ജ്യോതികയും ചെന്നൈയിൽ നിന്ന് മാറി മുംബൈയിലേക്ക് പോവുകയായിരുന്നു. ജ്യോതിക ഇടയ്ക്കിടെ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുമായിരുന്നു. വന്നാലും വീട്ടിൽ നിൽക്കാതെ ഹോട്ടൽ മുറിയെടുത്ത് അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നതെന്ന തരത്തിലാണ് പുതിയ ചർച്ച വന്നത്. താരകുടുംബത്തെക്കുറിച്ചുള്ള ഇത്തരം സംസാരങ്ങളാണ് സിനിമാ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സൂര്യയുടെ പിതാവ് ശിവകുമാറുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്നാണ് സൂചന. മൂത്ത മരുമകൾ വീണ്ടും അഭിനയിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ശിവകുമാർ ചില നിയന്ത്രണങ്ങൾ വെച്ചതാണ് ജ്യോതികയ്ക്കും സൂര്യയ്ക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത്. ഇതാണ് മുംബൈയിലേക്ക് പോകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ജ്യോതികയും മഞ്ജുവും തമ്മിൽ നേരെ വിപരീതമായ കാര്യങ്ങളാണ് പല കാര്യത്തിനുമുള്ളത്. മഞ്ജുവിന്റെ ഈ സ്വഭാവം വെച്ച് ജ്യോതികയുടെ അടുത്ത് പോലും എത്തില്ലെന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യർ റിലീസ് ചെയ്യാനുള്ള സിനിമ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസിനാകുന്നത്. മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്. താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എമ്പുരാനിലേതെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. നടൻ സൂര്യയുമായുള്ള വിവാഹശേഷം തമിഴ്നാടിന്റെ മരുമകളായി ജ്യോതിക മാറിയിരിക്കുകയാണ്. മക്കൾ മുതിർന്നതും ജ്യോതിക പതിയെ സിനിമയിൽ സജീവമാകാൻ തുടങ്ങി. അടുത്തിടെ ജ്യോതിക മലയാള സിനിമയിലേക്ക് 2ാം വരവ് നടത്തിയിരുന്നു. മമ്മൂടിയുടെ നായികയായി കാതൽ എന്ന സിനിമയിലാണ് ജ്യോതിക വേഷമിട്ടത്. രാക്കിളിപ്പാട്ട് എന്ന പ്രിയദർശൻ ചിത്രമായിരുന്നു അരങ്ങേറ്റം. ഇപ്പോൾ ജന്മനാടായ മുംബൈയിലേക്ക് സഹകുടുംബം താമസം മാറ്റിയിരിക്കുകയാണ് താരം. ഇപ്പോൾ ബോളിവുഡ് സിനിമയിൽ സജീവമാവുകയാണ് ജ്യോതിക.